പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഭൂജാതനായി. ആ സമയത്താണല്ലോ തനക്കസ്തമകിരൂബൻ ഫമാദാക കുല്ലനാ വമിൻ ഹുസ്നിനാ കദ്ദറതിൽ ബിസ്സുഹബി. അല്ലാഹുവിന്റെ റസൂൽ ആമിന ബീവിയുടെ വീട്ടിൽ ഭൂജാതനാവുകയാണ്. ജിബ്രീൽ റവ്വാഹും ബിഹാദദ്ദാറു. ആ പ്രസവത്തിന് മേൽനോട്ടം വഹിച്ചിട്ട് ജിബ്രീലിന്റെ നേതൃത്വത്തിൽ മലക്കുകളെ തയ്യാറെടുക്കുകയാണ്. ആ സമയത്താണല്ലോ കഅബാലയത്തിന്റെ വിഗ്രഹങ്ങൾ തകർന്നു വീണത്. സഹോദരങ്ങളെ, മങ്കൂസ് മൗലൂദിൽ പറയുന്ന ഈ ബൈത്തേടാ അയാസാന മല്ലീദിൽ ലദീ സഫഹുലഹു സനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി. സയ്യിദ് ബിൻ അംർ ബിൻ തുഫൈൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അയാൾ മുവഹിദാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർത്തുകൊള്ളുക, അള്ളാന്റെ റസൂലിന്റെ ബിഅ്സത്തിന് മുമ്പുള്ള ആളുകൾ എല്ലാവരും മുശ്രിക്കുകളല്ല. ആണോ? അള്ളാന്റെ റസൂല് നബിയായി വരുന്നതിന് മുമ്പ് മക്കയിൽ ജീവിച്ച എല്ലാവരും മുശ്രിക്കാണെന്ന് നമ്മൾ ധരിച്ചതാണ്. നമുക്ക് ചില അനുമാനങ്ങൾ നമുക്കുണ്ടായി. ഒരു വലിയ പ്രശ്നമാണത്. റസൂലുള്ള വരുന്നതിന് മുമ്പുള്ള ആളുകളെല്ലാം മക്കക്കാരെല്ലാം മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് നമ്മൾ ചിലപ്പോൾ ധരിച്ചുപോയി. അതാണ് നമ്മുടെ ചില വിശ്വാസങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ കാരണം. അല്ല, റസൂലുള്ള വരുന്നതിന് മുമ്പ് മുവഹിദീങ്ങളുണ്ട്. ഈസാ നബിയുടെ ഇഞ്ചീൽ അനുസരിച്ച് വരാൻ പോകുന്ന പ്രവാചകന്റെ ആഗമനം നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളി. ഈസാ നബിയുടെ ശരീഅത്തനുസരിച്ച് വരാനിരിക്കുന്ന പ്രവാചകന് ഈസാ നബി തന്നെ പറഞ്ഞല്ലോ, ഞാൻ പോകായികയാൽ സത്യത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വരികയില്ല, ഞാൻ ഇരിക്കൊണ്ട് നിങ്ങൾ അവനെ കൊണ്ട് വിശ്വസിപ്പീനെന്ന് ബൈബിളിൽ പറഞ്ഞ് യേശുക്രിസ്തു പറഞ്ഞു എന്ന് ക്രൈസ്തവര് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൈദ് കാല ഈസാ ഇബ്നു മറിയം യാ ബനി ഇസ്രായീൽ എന്ന് പറഞ്ഞ പ്രവാചകനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന മുവഹിദീങ്ങളായ ആളുകൾ റസൂലുള്ളാഹിയുടെ ബിഅ്സത്തിന് മുമ്പും അവിടെ അതിൽപ്പെട്ട ആളാണ് ആര്? സയ്യിദ് ബിൻ അംർ ബിൻ തുഫൈൽ. അദ്ദേഹം പറയുമായിരുന്നു എന്നാണ്, റബ്ബൻ വാഹിദൻ നമ്മൽ ഫറബ്ബി അദീനു ഇദാ തകസ്സമത്തിൽ ഉമൂറു തറകത്തുല്ലാത വൽഉസ്സ ജമീഅ കദാലിക യഫഅലു الرجുലുൽ ബസീറു. റബ്ബൻ വാഹിദൻ നമ്മൽ ഫറബ്ബി, ഒരു റബ്ബാണോ നല്ലത്, 1000 റബ്ബാണോ നല്ലത്? കഅബാലയത്തിന്റെ മുമ്പിലെ വിഗ്രഹങ്ങളെ നോക്കിയിട്ട് അദ്ദേഹം അങ്ങനെ പറയുമായിരുന്നു. അദ്ദേഹം കഅബാലയത്തിലെ വിഗ്രഹത്തിന്റെ ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെ മുമ്പിൽ തന്റെ കൂട്ടുകാരുമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ ജനിക്കുന്നത്. ആ സമയത്താണ് കഅബാലയത്തിലെ വിഗ്രഹങ്ങള് മൂക്കുകുത്തി വീണത്. തന്റെ മുമ്പിലോട്ട് മൂക്കുകുത്തി വീണ കഅബാലയത്തിന്റെ വിഗ്രഹത്തെ നോക്കിയിട്ട് സയ്യിദ് ബിൻ അംർ ബിൻ തുഫൈലാണ് പാടിയത്, തനക്കസ്തമകിരൂബൻ ഫമാദാക കുല്ലനാ വമിൻ ഹുസ്നിനാ കദ്ദറതിൽ ബിസ്സുഹബി. ആ സയ്യിദ് ബിൻ അംർ ബിൻ തുഫൈൽ പാടിയതാണ്. അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചു. മുലയൂട്ടാൻ വേണ്ടി ഏറ്റവും നല്ല ആളുകളെ ഏൽപ്പിക്കൽ അറബികളുടെ പതിവാണ്. സഹോദരങ്ങളെ, മക്കയിൽ ഖുറൈശി ഗോത്രത്തിലൊരു കുഞ്ഞു ജനിച്ചു. മുലയൂട്ടാൻ ആരാണുള്ളത്? അന്യദേശത്ത് നിന്ന് ധാരാളം ആളുകൾ വന്നു. അവരെല്ലാവരും വന്നു മക്കയിലെ ഏറ്റവും നല്ല കുടുംബത്തിലെ കുട്ടികളെ കൊണ്ടുപോയി മുലയൂട്ടാൻ. ആ സമയത്താണ് സഅദിയ ഗോത്രത്തിലെ ഹലീമ വരുന്നത്. സഹോദരങ്ങളെ, ആ സമയത്താണ് സഅദിയ ഗോത്രത്തിലെ ഹലീമ വരുന്നത്. ആ ഹലീമ വരുമ്പോ ഹലീമ എല്ലാവരും കുഞ്ഞിനെ വാങ്ങിക്കാൻ വന്നു. ഹലീമ ഏറ്റവും പുറകിലാ വരിക. കാരണം എന്താ? ഹലീമയാണെങ്കിലോ മിൻ അഫ്കരിന്നാസ്. ഇന്ന് പിരിയുമ്പോൾ ഈ സംഭവം ഓർത്തുകൊള്ളുക. ഹലീമ ഏറ്റവും വലിയ ദരിദ്ര കുടുംബത്തിലെയാ. ആ ഹലീമയ്ക്കൊരു ഒട്ടകമുണ്ട്. ആ ഒട്ടകമാണെങ്കിലോ വയസ്സനൊട്ടകമാണ്, നടക്കുകയില്ല. ഒരു കഴുതയുണ്ട്. ആ കഴുതയാണെങ്കിലോ മുടന്തൻ കഴുതയാണ്. ഒട്ടകത്തിന് സ്പീഡില്ല. സ്പീഡുള്ള ഒട്ടകത്തിൽ കയറിയിട്ട് മറ്റുള്ളവരെ പോയി നല്ല നല്ല സമ്പന്നരുടെ മക്കളെ മുലയൂട്ടാൻ കൊണ്ടുപോയി. ഹലീമ പാവപ്പെട്ട ഹലീമ ഏറ്റവും ചെറിയ ഒട്ടകത്തിന്റെ മുകളിൽ. ഹലീമ പാവപ്പെട്ടവളാണ് ഹലീമ. ആ ഹലീമ ഓടി വരുമ്പോ എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഒട്ടകം മെല്ലെയാണ് നടക്കുക. ഹലീമയാരാ? ഏറ്റവും പാവപ്പെട്ടത്. ഒരൊട്ടകമുണ്ട്. ഒട്ടകം നടക്കൂല. വയസ്സനൊട്ടകം നടക്കൂല.
ഹലീമാക്ക് ഏറ്റവും നല്ല കുട്ടികളെ എല്ലാവരും നേരത്തെ ഉള്ളവർ വന്നെടുത്തോണ്ട് പോയി. ഹലീമാടെ ഒട്ടകം വയസ്സനൊട്ടകം മെല്ലെ മെല്ലെ നടക്കുള്ളൂ. ഒരു കഴുതയുണ്ട്, അതാണെങ്കിലോ മുടന്തൻ. ഹലീമയാര സ്വന്തം മക്കൾക്ക് മുലപ്പാൽ കൊടുക്കാൻ ഈ തലങ്ങളിൽ മുലപ്പാലില്ല. അപ്പൊ ഹലീമയ്ക്ക് സ്വന്തം മക്കൾക്ക് കൊടുക്കാനില്ല. എന്നിട്ടും ഒരു കുട്ടിയെ പോലെ വാടകയ്ക്കെടുത്തോണ്ട് വന്നാൽ ഒരൽപ്പം പൈസ കിട്ടുമോ നോട്ട് പോയതാണ് ഹലീമ. സഹോദരങ്ങളെ, മക്കയിലെത്തിയപ്പോ എല്ലാവരും നല്ല നല്ല കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞു. ഇനി ആരോ പറഞ്ഞു മറങ്ങാൻ പോയപ്പോ ഒരു കുട്ടി ആരും ഏറ്റെടുത്തിട്ടില്ല. ആ കുട്ടി ഒരു അനാഥ കുട്ടിയാണ്, യതീമായ കുട്ടിയാ. അറബികളാണെങ്കിലോ യതീമീങ്ങളെ പരിഗണിക്കുകയില്ല. കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം. അനാഥകളെ തീരെ പരിഗണിക്കാത്ത അറബികളുടെ മുമ്പ് ഒരു അനാഥ കുട്ടി വാപ്പയില്ലാത്തൊരു അനാഥ കുട്ടി കിടക്കുന്നുണ്ട്, വേണമെങ്കിൽ കൊണ്ടുപോയി കൊള്ളുക. ഹലീമയുടെ ഭർത്താവ് പറഞ്ഞ ഹലീമ, നാട്ടിന് തിരിച്ചെടുത്തും ആളുകളെ കളിയാക്കില്ലേ, ഹലീമയ്ക്ക് മാത്രം ഒരു കുട്ടിയെ കിട്ടിയില്ല എന്ന്. അനാഥയാണെങ്കിലും ഇരിക്കട്ടെ, പ്രശ്നമില്ല, ആളുകളെ കളിയാക്കില്ലല്ലോ. സഹോദരങ്ങളെ, ഭാഗ്യം വന്ന വഴി കണ്ടോ? ടിവിയുടെ പരസ്യം കാണുമ്പോഴല്ല, ഭാഗ്യം വന്ന വഴി കണ്ടോ? പോയി യതീമായ കുട്ടിയെടുത്തു. സഹോദരങ്ങളെ, കൈവെള്ളയിലേക്ക് വെച്ചപ്പോ ഹലീമ തന്നെ പറഞ്ഞു പോയി, ക്യാ മുബാറക് മക്കാമാരകാഹേ, ക്യാ മുബാറക് മക്കാമാരകാഹേ. എത്ര വലിയ മുബാറക്കായ സ്ഥാനമാണ് വരിക. സഹോദരങ്ങള്, ആ ഹലീമ അനാഥ കുട്ടിയെയും കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലെയും പിടിച്ചിട്ട് ആ കുട്ടിയെ കിഴവനൊട്ടകത്തിന്റെ, നേരത്തെ തന്റെ ഗോത്രക്കാർ വരുമ്പോ ഏറ്റവും പുറകിൽ വേച്ച് നടന്ന ആ ഒട്ടകത്തിന്റെ കിഴവനൊട്ടകത്തിന്റെ മുകളിലേക്ക് ചോരയുടെ മണം മാറാത്ത, ശൈശവം പിന്നിട്ടിട്ടില്ലാത്ത, അന്ന് നബിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ അസ്ലിന് നബിയാണ്, അല്ലാഹുവിന്റെ തീരുമാനത്തിന് നബിയാണ്. പറക്കുന്നതിന് മുമ്പേ അത്ഭുതം കാണിച്ച ആ പ്രവാചകന്റെ ശരീരത്തെ ശിശുവിനെ എടുത്ത് തളർന്നുപോയ ഒട്ടകത്തിന്റെ മുകളിലോട്ട് വെച്ചപ്പോ ഒട്ടകത്തിന് യൗവനം തിരിച്ചു വന്നു. ആ ഒട്ടകം കുതിച്ചു പായാൻ തുടങ്ങിയപ്പോ പുറകെ വരുന്ന മുടന്തൻ ഒട്ടകത്തിന്റെ മുകളിലാണ്, മുടന്തൻ കഴുതയുടെ മുകളിലാണ് ഹലീമയുടെ കുട്ടി. സഹോദരങ്ങളെ, ഈ ഒട്ടകം പായാൻ തുടങ്ങി, മുടന്തൻ കഴുത പിന്താൻ തുടങ്ങി. എന്തേ മുടന്തൻ കഴുത കൂടെ എത്തുന്നില്ല? ഹലീമ റളിയല്ലാഹു അൻഹയാണ് പറഞ്ഞത്, ഈ കുഞ്ഞിനെ എടുത്തു വെച്ചപ്പോഴല്ലേ നമ്മുടെ ഒട്ടകത്തിന് യൗവനം വന്നത്. ആ കുഞ്ഞിനെ എടുത്തിട്ട് മുടന്തുന്ന കഴുതയുടെ മുകളിൽ വെക്കുക. കാലം സാക്ഷി, ചരിത്രം സാക്ഷി. അല്ലാഹുവിന്റെ റസൂൽ എന്ന പൈതലിനെ എടുത്തിട്ട് ആ മുടന്തുന്ന കഴുതയുടെ മുകളിലോട്ട് വെച്ചപ്പോ ആ കഴുതയുടെ മുടന്ത് മാറി, ഒട്ടകവും കഴുതയും ഒന്നിച്ചോടാൻ തുടങ്ങി. സഹോദരങ്ങളെ, സ്വന്തം മക്കൾക്ക് കൊടുക്കാനില്ലാത്ത മുലപ്പാല് വെട്ടിപ്പോയ ഇരുസ്ഥലങ്ങളിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ എന്ന കുഞ്ഞിന്റെ ചുണ്ടുകളങ്ങ് തൊടേണ്ട താമസം. ആ രണ്ട് ഇരുസ്ഥലങ്ങളിലും മുലപ്പാല് നിറയാൻ തുടങ്ങി. ആളുകൾ പറയുന്ന ഹലീമ, ഓ ഹലീമ, നീ കുഞ്ഞിനെ മേടിക്കാൻ പോയിട്ട് അറബികളുടെ ചന്തയിൽ പോയോ? എത്ര നല്ല ഒട്ടകമാണ് നീ കൊണ്ടുവന്നിരിക്കുന്നത്. നീ ചന്തയിൽ പോയി പഴയ കിടന്ന ഒട്ടകത്തെ മാറ്റി മേടിച്ചോ? 6 മാസം കൊണ്ട് ഹലീമയാരായി. ആ സമൂഹത്തിലെ ഏറ്റവും വലിയ മുതലാളിയായി ബഹുമാനപ്പെട്ട ബീവി ഹലീമത്ത് സഅദിയ. കാരണമെന്താ? ബിമുജാവറത്തിൽ മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ എന്ന കൊച്ചു പൈതല് വന്നപ്പോ മുടന്തുന്ന ഒട്ടകം യൗവനമായി, അംഗവൈകല്യമുള്ള കഴുത സുന്ദരം കഴുതയായി മാറി. സഹോദരങ്ങളെ 6 മാസം കൊണ്ട് ഹലീമത്ത് സഅദിയ ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരിയായി മാറി.